1967 കേരള നേതൃത്വം ഉണ്ടാക്കിയ ISM സ്വതന്ത്രമാണ്, അവരുടേതല്ല, KNMൻ്റെതല്ല. ഇപ്പം അപ്പുറത്തേനെ പോയി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ ചെയ്തു അടാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമ്മേളനം നടന്ന് ഇവരുടെ, അതിലൊക്കെ എൻ്റെ പേരൊക്കെ കൊടുത്തു. ഞാൻ ആ വഴിക്ക് പോയിട്ടേ ഇല്ല. അത് പറയാൻ കാരണം അതാ, ഞാൻ അമ്പൈക്ക് പോയി. ഞാനിപ്പോൾ പോയോൽ തെറ്റ് ചെയ്തു എന്നല്ല, നമ്മളിപ്പോൾ ചിലപ്പോൾ പോയി തരും, മരിച്ചോട്ടൊക്കെ നമ്മൾ നോക്കില്ലേ, കല്യാണത്തിന് നോക്കില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ആദർശപരമായ വിഷയമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇപ്പം നിങ്ങളെ പറയല ഒരു ആങ്ങളെ മടവൂരിയാണ്, വേറൊരു ആങ്ങളെ ജിന്നൂരിയാണ്, വേറൊരു ആങ്ങളെ അധികാരൂരിയാണ്. അധികാരൂരിയാണ്, മനസ്സിലായി? അധികാരം പിടിച്ചെടുക്കാനുള്ള ഊരി, അതാണ് അധികാരൂരി. ഒറ്റ ഒന്നുള്ള യഥാർത്ഥ തൗഹീദൂരി. അപ്പം എന്ത് ചെയ്യും? മൂന്നിനോടും വരണ്ടാറിയാൻ പറ്റുമോ? മൂന്നിനോടും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ മരിച്ചോത്തൊക്കെ ചെയ്യും. ഇതൊന്നും ഞങ്ങളുടെ വ്യക്തിപരമായ വിഷയമല്ലല്ലോ. ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന വ്യക്തിയോട് അളവറ്റ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ സർവസ്വവും നൽകിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ കേരള നേതൃത്വ മുജാഹിദീൻ അനൈക്യത്തിൻ്റെ മഞ്ഞ് ഉരുകുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പേര് കൊടുത്ത്. മനസ്സിലായി? അപ്പം അതിനർത്ഥം എന്താ? ഞാനാണ് ഇവിടെ അനൈക്യം ഉണ്ടാക്കുന്നോ? അത് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഒറ്റക്കല്ല, വേറെയും പണ്ഡിതന്മാരുണ്ട്. ഓല് പോയോ പോയില്ല എനിക്കറിഞ്ഞൂടാ, ഞാൻ പോയില്ല. ഓല് പോയോ പോയില്ല എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ. എന്നിട്ട് ബ്രാക്കറ്റിൽ KV അബ്ദുൽ തമീം പോരായിട്ട് ബ്രാക്കറ്റിൽ ഡയറക്ടർ SLRC. ഞാനേ തെറ്റിദ്ധരിക്കേണ്ട വേറെ ഏതെങ്കിലും സംഘടനൻ്റെ ആളാണെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടാണ് കൊടുത്തു. ഈ പറഞ്ഞ ടീമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിപ്ലാറിനൊരു മരുന്ന് കമ്പനിയുണ്ട്, സിപ്ല. ആ മരുന്ന് കമ്പനി പന്നി മാംസത്തിൽ എത്ര കൊളസ്ട്രോൾ ഉണ്ട്, മദ്യത്തിൽ എത്ര കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ ഓരോ വകുപ്പിലും എത്ര കൊളസ്ട്രോൾ ഉണ്ട്, അതിൽ ഇത്ര കൊളസ്ട്രോൾ ഉള്ളത്, അതിനേക്കാൾ കൊളസ്ട്രോൾ ഉള്ളത്, അതിനേക്കാൾ കുറവുള്ളത്, മദ്യത്തിൽ ഇത്ര കുറവ്, പന്യത്തിൽ ഇത്ര കുറവ്, അതൊക്കെ ഒരു രോഗത്തിൻ്റെ മരുന്നിൻ്റെ സിമ്പലായിട്ട് അയച്ചു തന്നു. ഞങ്ങളത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അക്കൂട്ടത്തിൽ ഇവർ പിളർന്ന സമയമായതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജല ജീവിതം തൗഹീദിന് വേണ്ടിയായിരുന്നു, അല്ലാണ്ട് മരം വെക്കാനല്ല എന്നതിലുണ്ട്. നിങ്ങൾ വിചാരിക്കണ കണ്ണീർ വെപ്പാനല്ല ആദ്യം നടക്കേണ്ടത്, തൗഹീദ് പഠിപ്പിക്കാനാണെന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. അത് ദേഷ്യം പിടിച്ചിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ SLRCക്കാർ പന്നിയിറച്ചി ഹലാലാക്കിയോ എന്നെ നിങ്ങളാരെയും തിന്നീനു. ഇവിടെ നമ്മളിത് ഹലാലാക്കിയിട്ട് വെറുതെ ഓരോന്ന് പറയാന്നല്ലാണ്ട് മരുന്ന് കമ്പനി ഇറങ്ങിയ ഒരു സാധനത്തിൻ്റെ മുകളിൽ നമ്മളുടെ ഒരു ഈദ് മുബാറക്ക് കൊടുത്തതാ അതിൻ്റെ മുകളിൽ, മനസ്സിലല്ലേ? അതും വർഷങ്ങൾക്ക് മുമ്പ്, 10-18 വർഷം മുമ്പ്. ഇപ്പം അതെടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക. പുസ്തകങ്ങൾ തരണേ, ഒരു കോപ്പിയേ ഉള്ളൂ. ഒരുത്തൻ പറയാ ഇതിലുണ്ടത് പന്നി മാംസം ഇത്ര ശതമാനമുള്ളൂ കൊളസ്ട്രോൾ തിന്നാൻ ഞാൻ പറഞ്ഞു. എന്താ പറയാ? ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാൽ അവൻ പറയില്ലേ? അപ്പം ഞാൻ പോയി എന്ന് പറഞ്ഞ കള്ളത്തരാ. ഞാൻ ആ ബൈക്കൊന്നും പോയില്ല, കാരണം എനിക്ക് അതിന് വലിയ താല്പര്യമില്ല. ഒന്നാമത്തത്, എനിക്ക് ഈ കറുത്ത മുഖവും വെളുത്ത ചോറും വയ്ക്കാൻ ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? കറുത്ത മുഖം വളമ്പുന്ന ആളുടെ മുഖം, ചോറ് മാത്രമേ വെളുത്തിട്ടുള്ളൂ, അത് ഞാൻ തിന്നില്ല. അത്ര ഹൃദയവിശാലത, പാരാവാരം പോലെ, മരുഭൂമി പോലെ എൻ്റെ മനസ്സ് അത്ര വിശാലല്ല. ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിൽ പ്രയാസം ഉണ്ടായി മുഖത്ത് കണ്ടു, എനിക്ക് മറ്റതറിയില്ല, 2.5 കോടി എന്നറിയാൻ. സെൽഫില്ലാത്ത വണ്ടി ആട്ടാക്കുമ്പോൾ വെറുതെ ചിരിക്കും. എന്നിട്ട് ഓനെ പോയതിന് ശേഷം പള്ളക്ക് കൊടുക്കുന്ന വിചാരിച്ചു, പള്ളക്കൊരു കുത്തു കൊടുക്കുന്ന വിചാരിച്ചു. പിന്നെ എന്ത് ചെയ്യും? കണ്ടില്ലെങ്കിൽ ഞാൻ കുറ്റും കുറവും കാണാനാവും പോക്കില്ല മറ്റുള്ളവരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാണ്ടിരുന്ന, അല്ലാതെ എനിക്ക് പോകുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കുകൾ. എന്നിട്ട് ഇപ്പോൾ രൂപവൽക്കരിച്ച ISMൻ്റെ അഡ്ഹോക് കമ്മിറ്റിയും ഇതേ പാതയിൽ നീങ്ങി തുടങ്ങുന്നതിന് എന്താണ് ഉറപ്പ്? ഇനി രണ്ടാമത് ഉണ്ടാക്കിയത് ഇങ്ങനെ പോകില്ല എന്നുള്ളത് എന്താ ഉറപ്പ് AP-നോട് അന്ന് ചോദിച്ചെന്ന്. അപ്പോൾ AP-ൻ്റെ മറുപടി ആയിട്ടുള്ളത്, വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കില്ലെന്നാണ് പ്രമാണം. പക്ഷെ ഇവിടെ പ്രണാമാണ്, ഒന്ന് പ്രണാമാണ്, ഒന്ന് പ്രമാണമാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ കടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കടിക്കും, നിങ്ങളും കടിക്കും. ഇതൊക്കെ കഴിയാൻ ശേഷം എന്തിപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയത്, അതാണ് അടുത്ത കടി. നമ്മളെ നേരെ കടിക്കപ്പോഴാണ് കേട്ടോ. ഞാനിത് കൊണ്ടുവന്നെന്താ അറിയോ, ഇതുപോലുള്ള ഒരുപാട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച്
ഇനി ഇങ്ങനൊക്കെ ആയാൽ നമ്മൾ എന്ത് ചെയ്യുമോ? ഒലൊക്കെ പണ്ഡിതന്മാരിലെ ബലൊക്കെ പണ്ഡിതന്മാരിലെ ഒലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഒരാരും പറഞ്ഞ് കേൾക്കണ്ട, നിങ്ങൾ അള്ളയും റസൂലും പറഞ്ഞ് കേട്ടോളി. ഒരാൾ പറഞ്ഞും കേൾക്കണ്ട. നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് മറിച്ചു വെക്കുക. ഒരു പേജ് മറിക്കുമ്പോൾ തൗഹീദ് പറയാത്ത പേജ് ഉണ്ടാവില്ല. ഒരു പേജ് മറിക്കുമ്പോൾ ആ പേജിൽ ശിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്യാത്ത പേജ് ഖുർആനിലില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ അത് ആണ് നമ്മളുടെ മാറോടണിച്ച് പിടിക്കുക. അവസാനത്തെ ശ്വാസം എടുക്കുമ്പോണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞങ്ങ് പോകണം. കേട്ടോ? ആരെങ്കിലും മൻ ഹലഫ ബില്ലാത്ത വൽ ഉസ്സ, ലാത്തയാണ് സത്യം ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞാൽ അവൻ രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്നാണ് ഇസ്ലാമിലെ നിയമം. എന്നാലേ മുസ്ലിമാൻ കഴിയുള്ളൂ. ഒരാൾ അള്ളാഹു അല്ലാത്ത ആളെ പേരിൽ സത്യം ചെയ്താൽ, ജിന്നോട് ചോദിച്ചതല്ല, സത്യം ചെയ്യാൻ ലാത്തയെയോ ഉസ്സയെയോ ഉപയോഗിച്ചാൽ അവൻ രണ്ടാമത് കലിമത്ത് തൗഹീദ് ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം എന്നാണ് ഇസ്ലാമിലെ ശറഅ്. അതാണ് റസൂൽ പഠിപ്പിച്ചത്. കേട്ടോ? അതുകൊണ്ട് നമ്മൾ ജിന്നിനോട് ചോദിക്കാമെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്. കേട്ടോ? അത് ചിന്തിക്കരുത്. അതെല്ലാം മാറ്റി നിർത്തി ഏകനായ റബ്ബിനെ കൽബിൽ നിർത്തി മരിക്കുന്ന സമയത്ത് നമ്മളുടെ റൂഹിനെ കൊണ്ടുപോകാൻ 70,000 മലക്കുകൾ വാനലോകത്തുനിന്ന് വന്ന് സ്വർഗത്തിൽ നിന്നുള്ള കഫന്തുണിയുമായി വന്ന് സ്വർഗത്തിലെ വാസനദ്രവ്യവും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഉപയോഗിച്ച് ഏഴാം ആകാശവും തുറന്ന് അവിടെ സ്വർഗ പൂങ്കാവനത്തിൽ നമുക്കൊരു നമ്പർ ഇടാൻ, കിതാബുൻ മർഖൂം യഷ്ഹദുൽ മുഖറബൂൻ എന്ന് ഖുർആൻ പറഞ്ഞ നമ്പർ സ്വർഗത്തിലിട്ട് നമ്മളുടെ ആത്മാവിനെ ഖബറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും വിധമുള്ള ജീവിതം നയിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.